ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, മന്ത്രിയുടെ പ്രതികരണം കേട്ടപ്പോൾ 6 മാസം മുന്നേ പ്രഖ്യാപിച്ച പണിമുടക്കാണ് എന്നാണ് പറഞ്ഞത്, ജനങ്ങൾ വലയുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ. പക്ഷേ ആളുകൾ പെട്ടെന്നുള്ള ആവശ്യത്തിന് നിരത്തിലേക്ക് ഇറങ്ങുമല്ലോ, ഒരു ആശുപത്രി ആവശ്യത്തിനടക്കമുള്ള കാര്യങ്ങൾക്കായി നിരത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അവർ വലയുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല എന്നുള്ളതാണ്. കൊച്ചിയിലെ സ്ഥിതി എന്താണ്? വ്യവസായ തലസ്ഥാനമാണ് കൊച്ചി, എല്ലാം അടഞ്ഞു കിടക്കുകയാണോ? സ്ഥിതി എന്താണ് സഹിൻ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾക്ക് ഈ സമരം എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ചും എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന KSRTC ബസ് സ്റ്റാൻഡ്, ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ സമരത്തെക്കുറിച്ച് അറിയാതെ എത്തിയിട്ടുള്ള ആളുകളാണ്. അവരൊക്കെയാണ് ഇവിടെ അകപ്പെട്ടു പോയിരിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങൾ മുന്നേ പ്രഖ്യാപിച്ച ഒരു സമരമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ എത്തുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അകപ്പെട്ടു പോയ ആളുകളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ സമരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSRTC ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയിട്ടില്ല. ഏതാനും ചില ബസ്സുകൾ സർവീസ് നടത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ബസ്സുകൾ കൂടി സർവീസ് നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു അനുമതി ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പോലീസ് സംരക്ഷണത്തിൽ വാഹനം മുന്നോട്ടെടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും പോലീസ് ബോർഡർ വരെ ഇതിന്റെ സംരക്ഷണം കൊടുക്കുകയുള്ളൂ, അതായത് ഒരു ജില്ലയുടെ അതിര് വരെ സംരക്ഷണം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ അവരുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഈ വാഹനം ഇവിടെ നടക്കാം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ആരും തന്നെ ഇപ്പോൾ വാഹനം മുന്നോട്ടെടുക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് തൊഴിലാളി സംഘടനകൾ അവർ പറയുന്നത് ഈ സമരത്തെ ഒറ്റുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇന്ന് KSRTC ബസ്സുകൾ സർവീസ് നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തൊഴിലാളി സംഘടനകളെല്ലാം എത്തിയിരിക്കുകയാണ്. സമരം എന്തായാലും ജില്ലയിൽ ശക്തമാണ്. KSRTC ബസ്സുകളൊക്കെ വല്ലതും സർവീസ് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല. ഇനി ഒരു സർവീസും നടത്തൂല രാത്രി 12 മണി വരെ. ഉറച്ച തീരുമാനം, സംഘടനാ തീരുമാനം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സമരത്തിന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ലക്ഷക്കണക്കിന് രൂപ വരുന്ന വാഹനമാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് ഈ വാഹനം പോകുമായിരുന്നു. ഈ അനുവദിച്ച സമയത്തിന്റെ അകത്ത് രാത്രി 12 മണിക്കാണെങ്കിലും വരുന്ന വാഹനങ്ങളെ ഞങ്ങൾ തടഞ്ഞുകൊണ്ടിരുന്നില്ല. ഇത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി BMSന്റെ രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നതിന് വേണ്ടിയാണ് മനഃപൂർവ്വം വൈകിച്ച് യാത്രക്കാരെ ഉണ്ടായിട്ട് പോലും പോകാണ്ടിരിക്കുകയും അതിനുശേഷം ഈ പകലിത് ഓടിച്ച് സമരം പൊളിഞ്ഞു എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ധാർഷ്ട്യത്തിന് വേണ്ടി കാണിച്ചുകൊണ്ടാണ് നിർത്തുക. ഒരു യാത്രക്കാർ പോലും യാത്രക്കാരുടെ സമയത്തല്ലേ വാഹനം ഉപയോഗിക്കേണ്ടത്, ആ സമയത്ത് ഇത് ഉപയോഗിക്കാതിരിക്കുകയും അതിനുശേഷം രാഷ്ട്രീയ ലക്ഷ്യം കാണാൻ വേണ്ടി മനഃപൂർവ്വം പോലീസിനെ ഉപയോഗിച്ച് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഈ സ്ഥാപനത്തിനകത്തുള്ള BMSന്റെ നേതാക്കളുണ്ട്. അവര് അങ്ങനെ അത്ര വലിയ രാഷ്ട്രീയ ലക്ഷ്യവും ബോധമുള്ളവരാണെങ്കിൽ ഒരു സർവീസെങ്കിലും ഇവിടെ നടത്തായിരുന്നല്ലോ. അതിനവർക്ക് കഴിഞ്ഞില്ലല്ലോ. ഒരു അവരുടെ BMSന്റെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഒരു സർവീസ് അവർക്ക് നടത്താൻ പറ്റില്ല. സർവീസ് പോലും അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നേ. അവർ പോകാൻ തയ്യാറില്ല. മറ്റുള്ളവരാ ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തവൻ സമരക്കാരൻ ഞങ്ങളെന്തായാലും ഞങ്ങളുടെ വാഹനം തല്ലി പൊളിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യേയില്ല. ഞങ്ങൾക്ക് നാളെ മരുമേടിക്കാനുള്ള സ്ഥാനമാണ്. ഇതിന്റെ അകത്ത് ഒരു വെളിവില്ലാത്ത ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരും. അതും കൂടി മറിച്ച് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി ഓടിക്കരുതെന്ന് പറയണേ. വാഹനം വിടില്ല. അത് തന്നെയാണ് ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അദ്ദേഹം പറയുന്നത് പോലെ തന്നെ KSRTC ബസ്സുകളൊന്നും തന്നെ ഈ ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്നും എറണാകുളത്തു നിന്നും സർവീസ് നടത്തേണ്ടതില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ KSRTC ബസ്സുകൾ വരുന്നുണ്ട്. ഈ സമരക്കാരെ ആ വാഹനത്തോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടുതൽ KSRTC ബസ്സുകൾ മറ്റിടങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ ബസ്സുകളൊന്നും തന്നെ KSRTC സ്റ്റാൻഡിനകത്തേക്ക് കടത്തുന്നില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇനി ഈ സ്റ്റാൻഡിലേക്ക് കടത്തേണ്ടത് മറ്റെവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തോളൂ എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റിടങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അവിടെയും ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ എറണാകുളം ജില്ലയിൽ സർവീസ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജില്ലയിൽ സഹിൻ, വ്യവസായ സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരുപാട് ഉള്ള സ്ഥലമാണ് കൊച്ചി, വ്യവസായ തലസ്ഥാനമാണ് കൊച്ചി. മറ്റ് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ?
ലക്ഷ്മി, അതായത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ ഏറെയുള്ള ഒരു ജില്ലയാണ് കൊച്ചി അല്ലെങ്കിൽ എറണാകുളം എന്ന് പറയുന്നത്. വ്യവസായ സ്ഥാപനങ്ങൾ രാവിലെ മുതൽ തന്നെ എല്ലാം തടസ്സപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഷിപ്പ്യാർഡ്, FACT തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെട്ടിരുന്നു. അവിടെയൊന്നും BPCL അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കൊന്നും തന്നെ തൊഴിലാളികളെ കടത്തിവിടാതെ തന്നെ രാവിലെ മുതൽ തന്നെ ട്രേഡ് യൂണിയനുകൾ അവരുടെ സമരവുമായി രംഗത്തെത്തിയിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. സ്വകാര്യ സ്ഥാപനങ്ങൾ ഏതെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളെ വിളിച്ച കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയാണ് എന്നറിയിക്കുന്നതോടുകൂടി ട്രേഡ് യൂണിയൻ നേതാക്കൾ അവിടെ എത്തുകയും സ്ഥാപനം അടപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറുകൾ പോലും അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ പോലും തുറന്ന് പ്രവർത്തിക്കേണ്ടതില്ല, അങ്ങനെ ഒരു നിലപാടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തൊഴിലാളി സംഘടനകൾ രാവിലെ മുതൽ തന്നെ സമാനമായ അവസ്ഥ തന്നെയാണ് കൊച്ചിയിലും കാണുന്നത്. നിരത്തുകൾ സ്തംഭിച്ച അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് സരീഷ് PK ചേരുന്നു. സരീഷ്, എന്താണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ സ്ഥിതി? എന്താണ് അവിടെ, എങ്ങനെയാണ് കാര്യങ്ങൾ? സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഏത് രീതിയിലാണ് അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് സ്ഥിതി? ലക്ഷ്മി പത്മ, മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാണ് കാസർഗോഡ് ജില്ലയുടെ സ്ഥിതി എന്ന് വേണം പറയാൻ. കാരണം രാവിലെ മുതൽ ജില്ലയിലെ ഓട്ടോ ടാക്സികൾ ഭാഗികമായെങ്കിലും സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകതയായി പറയേണ്ടത്. രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് കാസർഗോഡ് നിന്നും ഒപ്പം തന്നെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ ഇത് സമരക്കാർ തടഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് ഏതാണ്ട് 9 മണിയോടെ സമരക്കാർ കൂടുതലായി എത്തുകയും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് ഈ വാഹനങ്ങൾ തടയുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. സർവീസ് നടത്താൻ, ഒരു തരത്തിലും സർവീസ് നടത്താൻ ടാക്സി വാഹനങ്ങളെ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു സമരക്കാരുണ്ടായിരുന്നത്. പക്ഷേ സ്വകാര്യ വാഹനങ്ങളെ കടത്തിവിടുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഈ ചില ഓട്ടോ ഡ്രൈവർമാരും ഒപ്പം സമരക്കാരും തമ്മിൽ വലിയ വാക്കേറ്റം ഉൾപ്പെടെ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒടുവിൽ പോലീസും മുതിർന്ന നേതാക്കളും ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. അതിനുശേഷം ഈ നഗരത്തിൽ പ്രകടനമായി എത്തി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഈ പണിമുടക്കിൻ്റെ ഉദ്ഘാടന പരിപാടി നടക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ വാഹനങ്ങൾ, ഇതുവഴി പോകുന്ന വാഹനങ്ങൾ, ഒപ്പം തന്നെ സർവീസ് നടത്തുന്ന ഓട്ടോകൾ, ടാക്സികൾ ഉൾപ്പെടെയുള്ളവ ഈ സമരക്കാർ തടഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് നേതാക്കൾ എത്തുകയും ഈ തടയേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്യുകയും ഇപ്പോഴും പല ഘട്ടങ്ങളിലായി ഈ ഓട്ടോകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമരക്കാരുടെ മുന്നിലൂടെ തന്നെ ഈ ഓട്ടോകൾ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഭാഗികമായി ഈ ഓട്ടോകളും ഒപ്പം തന്നെ ടാക്സികളും സർവീസ് നടത്തുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ ജില്ലയിൽ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. സ്വകാര്യ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിന് കീഴിൽ, കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ KSRTC ഉൾപ്പെടെയുള്ളവ ഒന്നും തന്നെ സർവീസ് നടത്താൻ അനുവദിച്ചിരുന്നില്ല. ഇന്നലെ BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ സർവീസ് നടത്തും എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും, പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ എന്ന സൂചന ലഭിച്ചതോടെ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. എന്തായാലും ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് പറയാനാവില്ല. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടാക്സികൾ ഇപ്പോഴും, ഓട്ടോകളും ടാക്സികളും ഇപ്പോഴും നിരത്തിൽ സജീവമായി നിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തടഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഇവരെ തടയേണ്ടതില്ല എന്നൊരു സമീപനമാണ് സമരക്കാർ കൈക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ സരീഷ്, ഏതായാലും അവിടെ ഗതാഗത സംവിധാനങ്ങൾ, ഓട്ടോയും ടാക്സിയും ഒക്കെ കാസർഗോഡ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്ര കണ്ടങ്ങ് സ്തംഭിച്ചിട്ടില്ല കാസർഗോഡ് എന്നാണ് സരീഷ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, കണ്ണൂർ രാഷ്ട്രീയ വീര്യമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ പൊതുപണിമുടക്കുകളെല്ലാം ബന്ദിന് സമാനമായി മാറുന്ന കാഴ്ച അവിടെ എല്ലായ്പ്പോഴും ഉള്ളതാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ലക്ഷ്മിപത്മ, കണ്ണൂരിൽ ഏതായാലും രാവിലെ മുതൽ ഈ സമയം വരെ നോക്കിയാൽ സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് നിരത്തിലിറങ്ങുന്നുണ്ട്. നിരത്തിലങ്ങനെ പൂർണ്ണമായും വാഹനങ്ങൾ ഒഴിഞ്ഞ ഒരു അവസ്ഥയല്ല ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഈ പണിമുടക്ക് അനുകൂലികളുടെ, സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള പ്രകടനം കണ്ണൂർ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകടനം ഈ തെക്കി ബസാറിൽ എത്തുന്നതോടുകൂടി പൂർണ്ണമായും ദേശീയപാതയിൽ ഉൾപ്പെടെ വാഹനങ്ങൾ തടയുന്ന ഒരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ കണ്ണൂരിൽ തെക്കി ബസാറിൽ
വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും സർവീസ് നടത്തിയ ഓട്ടോറിക്ഷകളെയാണ് സമരാനുകൂലികൾ തടഞ്ഞത്. ഇതിൽ ചിലരൊക്കെ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്നതിന്റെ രേഖകൾ ഉൾപ്പെടെ കയ്യിൽ കരുതിയിരുന്നു. അതൊക്കെ കാണിച്ചും ഒപ്പം തന്നെ വാഹനങ്ങളിൽ ഇത്തരത്തിൽ ആശുപത്രി, എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് യാത്ര എന്ന് കാണിക്കുന്ന സ്റ്റിക്കറുകൾ പതിച്ചുമൊക്കെ ആയിരുന്നു ആളുകൾ എത്തിയിരുന്നത്. അത്തരക്കാരെയൊക്കെ കടത്തിവിടുകയും ചെയ്തു. എന്നാൽ കൃത്യമായി ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളോട് എന്താണ് ഇന്ന് സർവീസ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം അനാവശ്യമായി നഗരത്തിലേക്ക് ഇറങ്ങിയതാണ് എന്ന് കണ്ട് തടയുന്ന ഒരു സാഹചര്യം രാവിലെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഇന്ന് കണ്ണൂരിൽ കണ്ടത്, കണ്ണൂർ കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന, അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ചൂല് പിടിച്ചു വാങ്ങുന്ന ഒരു കാഴ്ച സമരക്കാരുടെ ഭാഗത്ത് നിന്ന്, ഈ സമര അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായി. കണ്ണൂർ തെക്കി ബസാറിന് സമീപമായിരുന്നു ഇത്. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ ഏതായാലും ഇന്ന് ഈ ഒരു പണിമുടക്കിന്റെ ഭാഗമായി മാറി നിൽക്കുന്നില്ല. അവർ നഗരത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു തൊഴിലാളിയുടെ ചൂല് ഇത്തരത്തിൽ പണിമുടക്ക് അനുകൂലികൾ പിടിച്ചു വാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റ് ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടയാനുള്ള സാധ്യത ഇനി അങ്ങോട്ട് കാണുന്നുണ്ട്. മറ്റൊന്ന് KSRTCയുമായി ബന്ധപ്പെട്ടാണ്. KSRTC നിലവിൽ ഒരു സർവീസ് പോലും കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് നടത്തിയിട്ടില്ല. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ആകെ ഇന്ന് കടന്നുപോയിട്ടുള്ളത് കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള സൂപ്പർഫാസ്റ്റ് ബസ് മാത്രമാണ്. ആ ബസ്സാണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റൊരിടത്ത് നിന്ന് യാത്ര തിരിച്ചതാണ്. അതുകൊണ്ട് മാത്രമാണ് ആ ബസ് സർവീസ് നടത്തി ഇപ്പോൾ കൊല്ലൂരിലേക്ക് പോയിരിക്കുന്നത്. 100-ലേറെ വരുന്ന മറ്റെല്ലാ സർവീസുകളും മുടങ്ങിയിരിക്കുകയാണ്. രാവിലെ BMS അനുകൂലികളായ ജീവനക്കാർ ജോലിക്ക് എത്തിയിരുന്നെങ്കിൽ പോലും അവരെ സർവീസ് നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടതില്ല എന്ന് പണിമുടക്ക് അനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ പണിമുടക്ക് അനുകൂലികളുടെ പ്രകടനം കൂടി നടന്നിട്ടുണ്ട്. മുനീശ്വരൻകോവിൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ തെക്കി ബസാറിൽ എത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ വാഹനങ്ങൾ തടയുന്നതിലേക്ക് കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങൾ തടയുന്നതോ ആക്രമിക്കപ്പെടുന്നതോ ആയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഗ്രാമങ്ങളിൽ പൂർണ്ണമായും നിശ്ചലമാകുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ ഇപ്പോഴുള്ളത്. ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ കൂടി ചേരുന്നുണ്ട്. ഷമീർ, എന്താണ് കൊല്ലത്തെ സ്ഥിതി? ലക്ഷ്മിപത്മ, കൊല്ലത്ത് ആദ്യഘട്ടത്തിൽ ഈ സമരത്തിൽ 6:30 മണിയോടുകൂടി മൂന്നാറിലേക്ക് എത്തിയ സർവീസാണ് ആദ്യം സമരാനുകൂലികൾ തടഞ്ഞത്. ഇതിനുശേഷം അമൃത ആശുപത്രിയിലേക്ക് കൊല്ലം ഡിപ്പോയിൽ വന്ന വാഹനം തടഞ്ഞു. പിന്നീട് കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്ന KSRTC വാഹനത്തിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും പുറത്തേക്കിറക്കി കണ്ടക്ടർ ശ്രീകാന്തിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും സമരം കൊല്ലം നഗരത്തിൽ പൂർണ്ണമാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലയെ അപേക്ഷിച്ച് നോക്കിയാൽ മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലെ പത്തനാപുരം KSRTC ഡിപ്പോയിലും മന്ത്രിയുടെ വാക്ക് നടന്നില്ല. അവിടെ നിന്നും ഒറ്റ സർവീസ് പോലും നടത്താൻ KSRTCക്ക് കഴിഞ്ഞില്ല. അവിടെയും വാക്കേറ്റം ഉണ്ടായി. പുനലൂർ, അതുപോലെ പത്തനാപുരം, കൊട്ടാരക്കര, കുന്നിക്കോട്, അങ്ങനെ കിഴക്കൻ മേഖല ആകമാനം ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടങ്ങളിലേക്ക് ഒന്നും തന്നെ KSRTC സർവീസ് നടത്തുന്നില്ല. കൊട്ടാരക്കരയിലാണ് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് ഡിപ്പോയിൽ. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നും ഒരു വാഹനം പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജില്ലയിലാകമാനം ഇപ്പോൾ ഒരു ബന്ദിൻ്റെ പ്രതീതി തന്നെയാണ് ഉള്ളത്. നഗരത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളായ ചാമക്കട, അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഇവിടങ്ങളിലൊന്നും തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഒന്നും തന്നെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് പത്തനാപുരത്തുള്ള ഔഷധിയുടെ സബ് സെൻറ്റർ, മരുന്ന് വിൽപ്പനശാലയാണ്. ആ സബ് സെൻറ്റർ സമരാനുകൂലികൾ നിർബന്ധപൂർവ്വം അടപ്പിച്ചു. അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് എത്തിയ സമരാനുകൂലികൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ജീവനക്കാരെ കടത്തിവിടാതെ അവിടെ കൊടികുത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ജലഗതാഗതത്തെയും ഈ സമരം പൂർണ്ണമായി ബാധിച്ചു. കൊല്ലത്തെ മൺട്രോത്തുരുത്ത്, അതുപോലെ പേഴംതുരുത്ത് തുടങ്ങിയ മേഖലകളിലൊക്കെ എല്ലാം തന്നെ ജലഗതാഗത സർവീസ് ഉണ്ടായിരുന്നു. ഈ സർവീസുകളൊന്നും തന്നെ ഇപ്പോൾ നടത്താത്തൊരു സാഹചര്യമുണ്ട്. ജില്ലയിലാകമാനം ബന്ദിൻ്റെ ഒരു പ്രതീതിയാണ് ഈ സമരത്തിനുള്ളത്. ലക്ഷ്മിപത്മ, കൊല്ലത്തും ബന്ദിന് സമാനമായ അന്തരീക്ഷം. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു. ബെൻസൺ, കോഴിക്കോട് എങ്ങനെയാണ് പൊതുപണിമുടക്കിനോട് പ്രതികരിക്കുന്നത്? ലക്ഷ്മിപത്മ, പണിമുടക്ക് പൂർണ്ണം എന്ന് തന്നെ വേണം പറയാൻ. രാവിലെ തൊട്ട് തന്നെ, അല്ലെങ്കിൽ ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്ന ആദ്യഘട്ടം തൊട്ട് തന്നെ പൂർണ്ണമായും പൊതുഗതാഗതം സ്തംഭിച്ച ഒരവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അത് മലയോര മേഖലയിലും നഗരമേഖലയിലും സമാനാവസ്ഥ തന്നെയാണ് തുടരുന്നത്. KSRTC സർവീസുകൾ, കോഴിക്കോട് KSRTC ടെർമിനലിലേക്ക് എത്തുന്ന വണ്ടികൾ, അതായത് ദീർഘദൂര ബസ്സുകൾ തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് പുറത്തു നിന്നോ എത്തുന്ന ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ എത്തി അവിടെ നിന്നും ആ യാത്ര തുടരുന്നതല്ലാതെ
കോഴിക്കോട് KSRTC ടെർമിനലിൽ നിന്നും വാഹനങ്ങളൊന്നും തന്നെ ചാർട്ട് ചെയ്തിട്ടില്ല. ഒരു വാഹനങ്ങളും ഷെഡ്യൂൾ ചെയ്ത് പോകാത്ത ഒരു അവസ്ഥയാണ് കോഴിക്കോട് KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പാവങ്ങാട് ഡിപ്പോയിൽ മാത്രം ഒരു ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ BMSന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ അവർ KSRTC വാഹനം ഷെഡ്യൂൾ ചെയ്ത് യാത്ര ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ CITU പ്രവർത്തകർ അത് തടയുകയായിരുന്നു. വാഹനത്തിന് മുൻപിലടക്കം കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത് കണ്ടു. നിലവിൽ ഇപ്പോൾ ഞാനുള്ളത് ആദായ നികുതി ഓഫീസിന്റെ മുൻപിലാണ്. ഇവിടെ CITUവിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദായ നികുതി ഓഫീസിലേക്ക് TP രാമകൃഷ്ണനാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. സമാന രീതിയിൽ തന്നെ INTUCന്റെ അടക്കം വിവിധ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം നഗരത്തിലാകമാനമുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും BMS പ്രവർത്തകർ വാഹനങ്ങൾ നിരത്തിലിറക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും ബലം പ്രയോഗിച്ച് കടകൾ ഉൾപ്പെടെ അടപ്പിക്കുന്ന സാഹചര്യമുണ്ട്. വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. ബാങ്കുകളും അതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങളും മലയോര മേഖലയിൽ മുക്കമടക്കമുള്ള മേഖലകളിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും തന്നെ പൊതുഗതാഗതം സ്തംഭിച്ച ഒരു അവസ്ഥയാണ്. ഈ സാധാരണക്കാരുടെ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കൂടുതലായും നിരത്തിലുള്ളത്. പൂർണ്ണമായും കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണുള്ളത്. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിൽ ബന്ദിന് സമാനമായ സ്ഥിതിയാണ്. അവിടെ ഇവിടെ ചിലയിടങ്ങളിലൊക്കെ ടാക്സിയും മറ്റും ഓടുന്നു എന്നതല്ലാതെ വലിയ തോതിൽ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഒരു ബന്ദിന് സമാനമായ അവസ്ഥ തന്നെയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ജൂലൈ 9 ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ന് രാത്രി വരെ 24 മണിക്കൂർ നീളുന്ന ജൂലൈ 9 അർദ്ധരാത്രി, ഇന്നലെ 12 മണിക്ക് തുടങ്ങി ഇന്ന് രാത്രി 12 മണി വരെ നിൽക്കുന്ന വലിയ സമര പരിപാടി തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചു ഉള്ള സമരം. എല്ലാ ട്രേഡ് യൂണിയനുകളും BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും കേരളത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CITU, INTUC, ITUC, HMS എല്ലാ ദേശീയ ട്രേഡ് യൂണിയനുകളും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നൂതന ലേബർ കോഡുകൾ പിൻവലിക്കുക, മിനിമം വേതനം 26,000 രൂപ ഉറപ്പാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപനം മുടക്കാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.